ഗം ഗണപതയേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. മാനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഇന്ന് വായിക്കേണ്ടത് ഗുഹപ്രവേശം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹേ നമോസ്തുതേ. ഗുഹസംഗമം. രാമാഗമന മഹോത്സവമെത്രയും മാമോദും ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ. സ്വാമിയായിഷ്ട വയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്നിപ്പാൻ പക്വ മനസ്സോടു ഭക്തൈവ സത്വരം പക്വഫലമതു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശനം ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനുമുര ചെയ്തു. ധന്യനായേനടിയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം. നൈഷായുധമായുള്ള രാജ്യമിതുമൊരു ദൂക്ഷണഹീനമധീനമല്ലോ തവ. കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണ മന്ദർമുദാപാദ പത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനിവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മതീയം മമ സഖേ സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നും മന്യേ വനവാസം കാലം കഴിവോളം. രാജ്യം മമൈതൽ ഭവാൻ മത്സഖിയല്ലോ പൂജനാം നീ പരിപാലിക്ക സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘുത്തമൻ. ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായൊരു ജടാമകുടത്തോടും സോദരൻ തന്നാൽ കുശലാദ്യങ്ങളാൽ സാദരാമസ്തൃതമായ തൽപ്പസ്ഥലെ പാനീയമത്രമാശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൻ. പ്രാസാദമൂർധ്നി പരിജ്ഞേ യഥാപുര വാസവും ചെയ്തുറങ്ങിടുന്നതുപോലെ ലക്ഷ്മണം വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കര നേത്രനെ കണ്ടീലയോ സഖേ. പർണതൽപേ ഭുവി ധാരുമൂലെ കിടന്നർണോജ നേത്രനുറങ്ങുമാറായിതു. സ്വർണതൽപേ ഭവനോത്തമേ സൽപുരെ പുണ്യപുരുഷൻ ജനകാത്മജയോടും. പള്ളിക്കുറുപ്പ് കൊള്ളും മുന്നമിന്നിഹ പല്ലവ പല്ലങ്ക സീംനി വനാന്തരെ. ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ധരാചിത്തമാസ്ഥായ കൈകേയി താൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ.
ശ്രുത്വാ ഗുഹോക്തി കളിത്ത മഹാന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ. ഭദ്രമാതേ ശൃണുമധ്വജനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ ഹേതുർജഗത്രയേ കസ്യ ദുഃഖസ്യ വാ കോപി ഹേതു സഖേ. പൂർവജന്മാർജിത കർമ്മമാത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന്നാരു മുൾക്കാമ്പിലോർത്തു കൊണ്ടല്ലില്ല നിർണയം. ഏകൻ മമാ സുഖദാതാ ജഗതിമാ ടേകൻ മമാ ദുഃഖദാതാ വിധിവൃത. തോന്നുന്നിത ജ്ഞാനബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാനിതിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വ്യഥാഭിമാനേന കേൾ. ലോകം നിജകർമ്മസൂത്രബദ്ധം സഖേ ഭോഗങ്ങളും നിജകർമാനുസാരികൾ. മിത്രാരുദാസീന ബാന്ധവ ദോഷമധ്യസ്ഥ സുഖ്യജന ഭേദുബുദ്ധിഭ്രമം. ചിത്രമാത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവൃതേ തത്ര യഥാ തഥാ. ദുഃഖം സുഖം നിജ കർമ്മവശാഗത മൊക്കെയന്നുൾക്കാമ്പു കൊണ്ടു നിനച്ചതിൽ യാദ്യാധൃതാഗതം തത്ര കാലാന്തരെ തത്തത് ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദപ്രഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭ കർമ്മഫലോദയേ. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജമേ വേർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തര ദുഃഖമായി വരൂമാകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കലത്രയുമല്ലടോ. ദുഃഖമധ്യേ സുഖമായി വരും പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. രണ്ടും അന്യോന്യ സംയുക്തമായവനു മുണ്ടു ജലഭംഗമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം കൃതി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും മിഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും. ദുഷ്ടാത്മനാമരുവുന്നു ബുധജനം ദുഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ. ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കും നേരം. മിത്രനുദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു. തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ. സൗമിന്യം ദ്രോണികാ സാമരുഹ്യതാം സൗമിത്രിണാ ജനകാത്മാജയാ സമം. തോണി തുഴയുന്നതു മടി എന്തന്നെ മാനവ വീര മമ പ്രാണവല്ലഭ. ശൃംഖി വേരാധിപൻ വാക്കു കേട്ടന്നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും മായതാമായോരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടു കൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും. മംഗലാപങ്കിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഖ്യേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി സമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങു വന്നാൽ ബലി പൂജകൾ നൽകുവാൻ രക്ഷിച്ചുകൊള്ളുക നീ യാപത്തു കൂടാതെ ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരാകുലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്നും താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതാം. കൂടെ വിടാകൊൾവതിന്നടിയന്നുമൊരടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ലായിലേണാംഗബിംബാനനാ ജഗദീപതേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവ മരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവാൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടുന്നു സത്യവിരോധം വരാരാമഭാക്ഷിതം. ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദേന ഗാഠാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകെ നയച്ചൂരകൂത്തമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരാപൂക്കും ചിന്തിച്ചു മരുവിനാൽ. ഭരദ്വജാശ്രമപ്രവേശം.
വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടുമൊരു മൃഗത്തെ കൊന്നു സാദരം ഭുക്ത്വാ സുഖേന വസിച്ചിതു പാദമുപ്പാദപമൂലേതലാഠ്യ തൽപസ്ഥലേ മാർത്താണ്ഡ ദേവനുദിച്ചൊരനന്തരം പാർത്ഥിവനർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താതരാൽ ചിത്തമോദത്തോടിരുന്നൊരു നേരത്തു തത്ര കാണായിതൊരു വടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥ നന്ദനുണ്ടുതൻ ഭാമിനിയോടു മനോജനോടും വന്നു പാർത്തിരിക്കുന്നീ തുടാജാന്തികേ എന്ന വാർത്ത വൈകാതെയുണർത്തിക്കെ എന്നപ്പോൾ താപസ ശ്രേഷ്ഠനോടോ ബ്രഹ്മചാരി ചെന്നാ ഭോഗ സന്തോഷമോടു ചൊല്ലിടിനാൻ. ആശ്രമബാന്ധ ദശരഥപുത്രനുമുണ്ടാശ്രിത വത്സല പാർത്തിരുന്നിടുന്നു. ശ്രുത്വാ ഭരദ്വജ നിത്തം സമുദ്ധയ ഹസ്തേ സമാധായ സാർഘ്യപാദ്യാദിയും ഗത്വാ രഘുത്തമസന്നിധൗ സത്വരം ഭക്ത്യൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം ദൃഷ്ട്വാ രമാവരം രാമാദയാപരം തുഷ്ട്യാ രമാനന്ദാബ്ധൗ മുഴുകിനാൻ. ദശാരഥിയും ഭരദ്വജപാദങ്ങളാശു വണങ്ങിനാൻ. ഭാര്യാനുജാന്യുതം ആശീർവചനപൂർവം മുനി പുങ്കവനാശായ നന്ദാമിയെന്നരുളി ചെയ്തു. പാദരജസ പവിത്രയാക്കിയിടു നീ വേദാത്മക മമ പർണശാലാമിമാം. ഇത്തമുക്തോട ജമാനീയ സീതയാൻ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജതപോതേന ശ്രേഷ്ഠനരുൾ ചെയ്തു. നിന്നോടു സംഗമമുണ്ടാക കാരണമിന്നു വന്നു താപസാഫല്യമൊക്കവേ. ജ്ഞാതം മയാ താവദന്തം രഘൂപതേ ഭൂതമാഗാമികം വാ കരുണാനിധേ. ഞാനറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായിതു മായയാ ഭൂതലെ. ബ്രാഹ്മണ പണ്ടു സംപ്രിയർത്തനാകയാൽ ജന്മമുണ്ടായിതു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞിടിനേനിന്നിതേനെന്നടോ. ജ്ഞാനദൃഷ്ട്യാ തവ ധൈന്യൈകജാതയാ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ. എന്തിനു ഞാൻ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം. ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസ ശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കേണമേ. ഇത്തമന്യോന്യമാ ഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞതു രാത്രി മുനിയുമായി. വാൽമീകി ആശ്രമപ്രവേശം. ഉത്ഥാനവും ചെയ്തു ഷസി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമമായ കാളിന്തി നദിയെയും ഉത്തീര താപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ. തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാ മുനീകുല സംകുലം കേവലം നാനാ മൃഗാദ്യുജാകീർണം മനോഹരം. ഉത്തമ വൃക്ഷലതാ പരിശോഭിതം നിത്യകുസുമ ഫലദല സംയുതം. തത്ര ഗത്വാ സമാസീനം മുനികുലാസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരമിന്ദീവരേക്ഷണമിന്ദ്രാതിവൃന്ദാര കൈരാഭിവന്ദിതം. ബാണാതൂണീരാധനുർധരം വിഷ്ടപത്രാണാ നിപുണം ജടാമകുടോജ്വലം. ജാനകി ലക്ഷ്മണോപേതം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ. സന്തോഷബാഷ്പകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഘാടം പുണർന്നിടിനാൻ. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗത്പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം. ഭക്തിപൂണ്ടാർഘ്യപാദ്യാദികൾ കൊണ്ടത മുക്തിപ്രധാനായ നാഥനു സാദരം പക്വ മൂലങ്ങളൊക്കെയും നിവേദിച്ചു ഭോജനാർത്ഥം മുതാ. ഭുക്ത്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു. താതജ്ഞയാ മുനി വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും. ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവത്താമറിയാമല്ലോ. യാതൊരിടയത്തും സുഖേന വസിക്കാവൂ സീതയോടും കൂടിയെന്നരുൾ ചെയ്യണം. ഇദ്ധിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ പെരുകയുണ്ടാശ മഹാമുനെ. ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തിവണ്ണമരുൾ ചെയ്തു.
സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലമങ്ങനെയാകായലെന്തു ചൊല്ലാവതു. സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം. സൗഖ്യേന തേ വസിപ്പാനായുള്ള മന്ദിരമഖ്യാവിശേഷണ ചൊല്ലുന്നതുണ്ടു ഞാൻ. സന്തുഷ്ടരായി സമാദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനാമതികളായി. ശാന്തരായി നിന്നെ ഭജിപ്പവർ നമ്മുടെ സ്വന്തം. നിനക്കു സുഖവാസമന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിടുന്ന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മാത്രജാപകരായുള്ള മാനുഷർ തന്മനാ പങ്കജം തേ സുഖമന്ദിരം. ശാന്തന്മാരായി നിരാഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസരുമായി ലേഷ്ടാശ്മകാഞ്ചനാതുല്യമതികളാം ശ്രേഷ്ഠാമതികൾ മനസ്തവ മന്ദിരം. നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേ ദത്തമായോരു മനസ്സോടു സന്തുഷ്ടരായി മരുവുന്നുവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാപ്തിക്കനുതാപവുമില്ല. സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവ വാസായ മന്ദിരം. ഷഡ്ഭാവഭേദവികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ. ക്ഷുത്രിഡ്ഭയ സുഖദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കലാത്മാവിനില്ലേതും. ഇത്താമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസമാ മന്ദിരം. യാതൊരുത്തൻ ഭവന്തം പരം ചിത്തഗ്നം വേദസ്വരൂപാമനന്തമേകം സദാ. വേദാന്തവേദ്യമാദ്യം ജഗൽ കാരണം നാഥാന്തരൂപം പരബ്രഹ്മമച്യുതം. സർവഗുഹാശയസ്ഥം സമസ്ഥാധാരം സർവഗതം പരമാത്മാനമാവലേപകം. വാസുദേവം വരദം വരേണ്യം ജഗദാസിനാത്മാമന കാണുന്നതും സദാ. തസ്യാചിത്തേ ജനകാത്മജായ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപദേ. സന്തതാഭ്യാസ്യ ദൃഢീകൃത ചേതസ സന്തതം തോത്പാദ സേവാരതാത്മനാം. സന്തതം ത്വന്നാമ മന്ത്രജപാ ശുചി സന്തോഷചേതസാം ഭക്തിദ്രവാത്മനാം. സന്തതം ത്വന്നമാ മന്ത്ര ജപാ ശുചി സന്തോഷചേതസാം ഭക്തിദ്രവാത്മനാം. അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണേധയാ വാരിതേ. കർണാമൃതം തവ നാമ മാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുവാവതുമല്ലല്ലോ. ചിന്മയനായ നിൻ നാമമാഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരനിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്രദ്യുജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്രസമാചാര തൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചതും നിസ്ത്രാപം ചോരന്മാരോടുകൂടെ ചേർന്നു. നിത്യമായി ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ജന്മരന്മാരോടുമത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകത. സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ. മൂഢനായി മധ്യാഗ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ. നിർദ്ധയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജ്ജനെ ഘോര മഹാവനെ ദൃഷ്ട്വാ സംഭ്രമമെന്നോടരുൾ ചെയ്തു. തിഷ്ഠ തിഷ്ഠ ത്വയ കർത്തവ്യമത്രയ്ക്കും. തുഷ്ടമതേ പരമാർത്ഥം പറകുന്നു തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ. നിഷ്ഠൂരമാത്മാവ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞേ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും തൃപ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പഠിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടേണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനീവരന്മാരതു കേട്ടുടൻ അന്നേടും മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം നിൻ കുടുംബത്തോടും ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നൂടുമെത്രൈവ ഞങ്ങൾ നിസ്സംശയം. ഇത്തമാകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്നുമൽ പുത്രധാരാദികളോടു ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി.
തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോടു ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ തൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചോരോ തരം. താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനാൻ. നിത്യന്തബോധന സംഗമഹേതൂന ശുദ്ധമായി വന്നിതന്നന്തകാരണവും. ത്വക്ത്വാ ധനുശരാധ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധൗ. ദുർഗതി സാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ. രക്ഷിച്ചു കൊള്ളേണമേ ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത്വാ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനീവരന്മാരുമരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തുതേ. സദ്യാഫലം വരും സജ്ജനസംഗമദ്യുച്ഛാനനാം മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാവലോകനം ചെയ്തു മാനസേ ധന്യതാ തപോവന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാധമാനാവ്യവൻ ദിവ്യാജനത്താലുപേക്ഷ്യാനകനാകിലും രക്ഷേതീ ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദൃഷ്ടോപിവ. മോക്ഷമാർഗാപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനേന. ഇത്തമുക്ത്വാ രാമനാമവർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം മരാമരത്യേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം. ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. ഇത്തമനുഗ്രഹം തത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യാപദാഗമിച്ചിടിനാർ. നത്വാ മാരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും. പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. താപസേന്ദ്രന്മാരുമെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ. നിഷ്ക്രമിച്ചിടുന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശു നാഗൂധരാൽ. വാൽമീക മധ്യതോ നിന്നു ജനിക്കയാലും മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താർ. വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാത്മനാവേദിയായി ബ്രഹ്മജ്ഞനാക നീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനിമാന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി. രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനാൻ. ഇന്നു സീതാസുമിത്രാത്മജന്മാരോടു നിന്നെ മുതാ കാൺമതിന്നു അവകാശവും. വന്നതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലാനിധേ. നന്ദിതനി രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കാരണമായ മൂലം വിമുക്തനായേനഹം ത്രാണാ നിപുണ ത്രിദശാകുലാപദേ.